പമ്പാ നദിയിൽ കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിക്കുന്നതിന് മുഖ്യ കാരണം ശബരിമലയിലെ കക്കൂസ് മാലിന്യങ്ങൾ കാട്ടിലേക്ക് തള്ളുന്നതാണ്. വലിയ നടപ്പന്തലിന് സമീപമുള്ള കക്കൂസ് മാലിന്യങ്ങളാണ് യാതൊരു സംസ്കരണവും നടത്താതെ നേരെ വനത്തിനുള്ളിലേക്ക് തുറന്നുവിടുന്നത്. പമ്പാ നദിയിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കാൻ ദേവസ്വം ബോർഡ് നടപടികൾ കൊണ്ട് സാധിച്ചുവെന്ന് ബോർഡ് പ്രസിഡന്റ് വാർത്താക്കുറിപ്പിറക്കിയ അതേ ദിവസമാണ് ഞങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താനായത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് തൊട്ടുതാഴെയാണ് കക്കൂസ് മാലിന്യങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ വനത്തിലേക്ക് ഒഴുകുന്നത്. ഇങ്ങനെ സന്നിധാനത്ത് നിന്നെത്തുന്ന കക്കൂസ് മാലിന്യങ്ങൾ പമ്പാ നദിയിൽ കലരുന്നതിനാൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വലിയ തോതിൽ വർദ്ധിക്കുന്നതായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ 40,000 കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്. ബാക്ടീരിയയുടെ അളവിലുണ്ടാകുന്ന അപകടകരമായ വർധന പമ്പയിലെ കുടിവെള്ള പദ്ധതികളെയും ബാധിച്ചിട്ടുണ്ട്. സന്നിധാനത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ഈ ടോയ്ലറ്റുകളെ ബന്ധിപ്പിക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. കക്കൂസ് മാലിന്യം കാട്ടിലേക്ക് ഒഴുകുന്നത് വന്യമൃഗങ്ങൾക്കും ഭീഷണിയാണെന്ന നിലപാടുമായി വനം വകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. പൊട്ടിയൊഴുകുന്ന കക്കൂസ് മാലിന്യങ്ങൾ നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പമ്പയിലെ കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് നിർത്തിവെക്കേണ്ട സ്ഥിതിയാകും ഉണ്ടാകുക. ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.